ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്നു. CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ നമുക്ക് പറ്റുന്നു. ശ്രീ കെ അനിൽകുമാർ, ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികൾ ഉറ്റുനോക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നു എന്നുള്ളൊരു കാര്യം, അത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് പോലും സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങളെ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ഇന്നലെ ദേവസ്വം മന്ത്രി സഭയിൽ കൊടുക്കുന്ന മറുപടി, ഇതിനു മുൻപ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും അതുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തിയ വിശദീകരണങ്ങളുമായി ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടു ശേഷം കൂടി അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുമ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് കുറച്ചുകൂടെ ഉറച്ചു പറയാൻ സർക്കാരിന് കഴിയില്ലേ? അല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു സത്യവാങ്മൂലത്തെ സംബന്ധിച്ച് എന്താണ് ഉണ്ടായത് എന്നുള്ളത് ആ കോടതി വിധി വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അത് മന്ത്രിക്ക് മാറ്റി പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം കോടതി വിധിയിൽ ഏത് സത്യവാങ്മൂലമാണ് പരിശോധിച്ചത്, ഏത് കാലത്ത് സത്യവാങ്മൂലമാണ് പരിശോധിച്ചത്, അതിലെന്താണ് മാറ്റം വന്നത്, എന്താണ് പ്രശ്നമുള്ളത് എന്നൊക്കെ വിധി വായിച്ച് എത്രയോ കാലം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അല്ല, വിധി വായിച്ച് അതിനൊത്തൊരു വ്യക്തമായ ധാരണയുണ്ട്. അതാണ് മന്ത്രി പറഞ്ഞത് മാറ്റി പറഞ്ഞു എന്ന് ചോദിക്കേണ്ടതായി വരുന്നത്. അല്ല, ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ഇപ്പൊ ഉറക്കം പോയത്? ഇന്ന് രാത്രിയിൽ അത് വായിക്കാതെ ഉറക്കമില്ലാത്ത വിധം നാളെ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഇത് വീണ്ടും വായിക്കണം എന്ന് ആർക്കാണ് ഇപ്പോ സംശയം വന്നത്? ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സത്യവാങ്മൂലമാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്? കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ നിലപാടായിട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം 2016 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്തതാണോ, 2007 VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് കൊടുത്തതാണോ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. അതിന് ഉത്തരം പ്രതിപക്ഷത്തിനും BJPക്കും ഇല്ല. കോടതി വിധി പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും ഒരു സത്യവാങ്മൂലം മാത്രം വെച്ചിട്ടാണോ? നിങ്ങൾ ആ വിധി വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൂടി വിഴുങ്ങിയിട്ടാണോ? പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് സത്യവാങ്മൂലങ്ങൾ ഒരേ സമയം പരിശോധിക്കില്ല. ആകെ കേരള സർക്കാർ പറഞ്ഞൊരു കാര്യം, ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മതത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം തേടണം. 2, അങ്ങനെ അഭിപ്രായം തേടുമ്പോൾ എടുക്കുന്ന തീരുമാനം എന്തോ ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും. അത് ഈ പ്രായത്തിലുള്ള സ്ത്രീകളുടെ പ്രവേശനം അംഗീകരിക്കുന്നതാണെങ്കിലും ഈ 2007 VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമല്ല സംസ്ഥാന സർക്കാർ ഈ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം എന്നുകൂടിയാണോ? അങ്ങനെയല്ല. ഒരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ആ കേസിൽ തന്നെ അധിക സത്യവാങ്മൂലം കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരും. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ അതിൽ പരസ്പര വിരുദ്ധമാണല്ലോ. കഴിഞ്ഞുപോയ കാര്യമാണ്. ഇന്ന് രാത്രിയിൽ ഉറക്കമില്ലാതെ ആർക്കാ ഇത്? ശരി, പമ്പയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ തന്നെ നമുക്കൊപ്പം ഉണ്ട്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അനിൽ അത് ഉറക്കമില്ലാത്തതിന്റെ പ്രശ്നമല്ല. അനിൽ ഇത് നിയമസഭയിൽ ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് മറുപടി കൊടുത്താൽ എന്താണ് കുഴപ്പം? ദേവസ്വം മന്ത്രി മിനിയാന്ന് നിയമസഭയിൽ മറുപടി കൊടുത്തപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ, അങ്ങനെയല്ല 2011-16 കാലത്തെ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തിയിട്ടില്ല എന്ന് പറയുന്നു. സാങ്കേതികമായിട്ട് അങ്ങനെയായിരിക്കും, പക്ഷേ കൃത്യമായിട്ട് പറയുമ്പോൾ അങ്ങനെ അല്ലല്ലോ അതിനകത്തെ കാര്യം. 2007 VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമാണ് ശരിയെന്ന് കൃത്യമായിട്ട് കോടതിയിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതാണല്ലോ അഡീഷണൽ സത്യവാങ്മൂലം എന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്തതാണ് 2016 നവംബറിൽ കോടതി കേസെടുത്തപ്പോൾ. കോടതി എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ചോദിച്ചത്, നിങ്ങൾ ഈ സർക്കാരുകൾ ഭരണം മാറി വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ശബരിമലയിലെ വിഷയത്തിൽ ഇങ്ങനെ നിലപാട് മാറ്റുന്നത് എന്ന് വിമർശനത്തോടു കൂടി തന്നെ കോടതി ചോദിച്ചപ്പോഴാണ് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ അധികാരമേറ്റൊരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോടതിയെ അറിയിച്ചത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് 2007 സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമാണ്, അതാണ് ഞങ്ങളുടെ നിലപാട് എന്നാണ്. അപ്പോൾ പിന്നെ നിയമസഭയിൽ പറയുമ്പോൾ ഞങ്ങൾ 2011-16 കാലഘട്ടത്തിലെ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തിയിട്ടില്ല എന്ന് പറയുന്നത്, അതെങ്ങനെയത് ശരിയാകും? അത് സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും അതിലൊരു തെറ്റുണ്ടല്ലോ അക്കാര്യത്തിൽ. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ തിരുത്താനാവാത്തതാണ്. നിങ്ങൾ ഇന്നൊരു സത്യം ചെയ്തു, നാളെ വേറൊരു സത്യം ചെയ്തു, അങ്ങനെ പത്രവാർത്ത മാറ്റുന്നെങ്കിലോ ചാനലുകാർ കള്ളം പറഞ്ഞിട്ട് പിന്നെ തിരുത്തുന്ന പോലെ തിരുത്താൻ പറ്റുന്നതാണോ കോടതി കൊടുക്കുന്ന സത്യവാങ്മൂലം? സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്നത് അധിക സത്യവാങ്മൂലമാണ്. എന്താണ് കോടതിയുടെ നടപടിക്രമം? നമ്മൾ കൊടുക്കുന്നത് അധിക സത്യവാങ്മൂലമാണ്. ആ അധിക സത്യവാങ്മൂലത്തിൽ പുതിയ വസ്തുതകൾ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കും. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല, അങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞുകൂടെ? അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏത് സത്യവാങ്മൂലം തിരുത്തുന്നതിനെ കുറിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ്. അതിലെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തൂ. അത് VS സർക്കാർ അനുകൂലിക്കുന്ന തിരുത്തുന്നതിനെ കുറിച്ചാണ്. അത് 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് യുവതി പ്രവേശനം സാധ്യമല്ല എന്ന്. അത് തിരുത്തുന്നതിനെ പറ്റിയാണോ?
അല്ല, അവിടെയാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല. വേണേ പിന്നെ ആ അടൂക്കാരൻ ചെയ്യുന്ന പോലെ ഒരു പാരാസെറ്റമോളോ സിട്രസിനോ തൽക്കാലം കഴിക്കും. അതായത് നാളെ അയ്യപ്പ സംഗമം നടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു കാര്യം പറയുമ്പോൾ അല്ലല്ലോ ഇക്കാര്യത്തിൽ അതാണ് മറുപടി. അതായത് ഇതാണ് മറുപടി. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആ വിഷയം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ എന്താണ് മടി? അല്ല, നിങ്ങൾക്ക് ഉറക്കത്തിന്റെ പ്രശ്നമല്ല അങ്ങനെ പറയുന്നത്. എന്താണ് നിലപാട്? എന്താണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്? എന്താണ് അഡീഷണൽ സത്യവാങ്മൂലം? എന്താണ് സത്യവാങ്മൂലം? എന്താണ് അഡീഷണൽ സത്യവാങ്മൂലം? അത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അതാണ് എന്റെ മറുപടി പിടിച്ചു. അതായത് ഇത്രയാണ്. നാളെ അയ്യപ്പ സംഗമം നടക്കുന്ന പമ്പയിലാണ്, ശബരിമലയിലല്ല. ശബരിമലയിലെ ആചാരം സംബന്ധിച്ച് ഒരു ചർച്ചയും അയ്യപ്പ സംഗമത്തിലില്ല. ഇപ്പൊ ചർച്ച ചെയ്യുന്ന കാര്യം ഇവിടെ നടക്കട്ടെ. പിന്നെ മറ്റത് സത്യവാങ്മൂലം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ കോടതി ഇക്കാര്യത്തിൽ പരിശോധന വരുമ്പോൾ വിശദമായി ചർച്ച ചെയ്യാം. ആ ചർച്ചയ്ക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നവരെ വെല്ലുവിളിക്കുന്നു. നമുക്ക് ചർച്ച ചെയ്യാം. ഒരു മടി അക്കാര്യത്തിലില്ല. ഇപ്പോ അയ്യപ്പ സംഗമം നടക്കട്ടെ, അതാണ് നല്ലത്. അത് എത്രത്തോളം വെല്ലുവിളി ഇതിനകം തന്നെ വന്നിട്ടുണ്ട് സാർ? അല്ല, എത്രത്തോളം വെല്ലുവിളി? അതിന് അയ്യപ്പ സംഗമം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്രത്തോളം വെല്ലുവിളികൾ വന്നു കഴിഞ്ഞു? എന്താണ് സർക്കാരിന്റെ നിലപാട് എന്ന കാര്യത്തിൽ പറയാൻ ആർജവമുണ്ടോ ഇല്ലയോ? ഞാൻ പലതവണ ദേവസ്വം മന്ത്രിയോട് ചോദിച്ചിരുന്നു, നേരിട്ട് അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു, എന്താണ് നിലപാട്? അങ്ങനെ ഒരു നിലപാടുണ്ടോ? അങ്ങനെ ഒരു സത്യവാങ്മൂലമുണ്ടോ? ഇത്ര രഹസ്യമാക്കി വെക്കേണ്ട കാര്യം എന്താണിത്? നമ്മളെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സ്വയം വിഡ്ഢിയാകാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ട ഞാൻ നിങ്ങൾ സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലം രഹസ്യമാണെന്ന് ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ലോകം എങ്ങനെ വിചാരിക്കും? ഒരു രഹസ്യമാണോ ചാനൽ? നമ്മൾ ഒരു സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ കോപ്പി പറയുന്നു അതല്ല, ഇതാണ്, അത് അഡീഷണൽ ആണ്, ഇത് സത്യവാങ്മൂലമാണ്. 2007 VS കൊടുത്ത സത്യവാങ്മൂലത്തെ എതിർത്തുകൊണ്ടാണല്ലോ 2016 ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം കൊടുത്തത്. അപ്പൊ നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കുക. രണ്ട്, ഞങ്ങളിപ്പോ പറയേണ്ടത് ഇപ്പോഴത്തെ ചർച്ച ശബരിമലയുടെ വികസനമാണ്. നമുക്കത് ചർച്ച ചെയ്യാം. മറ്റുള്ള അതിന്റെ സമയം വരുമ്പോൾ ചർച്ച ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പൊ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാം, മറ്റൊരു വരുമ്പോൾ അത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇക്കാര്യത്തിൽ അനിൽകുമാർ പറയുന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടും. അനിൽകുമാർ പറയുന്നത് തന്നെയാണ്. അതായത് ശരി യുവതീ പ്രവേശന വിഷയത്തിൽ ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അത് സുപ്രീം കോടതി ഇനി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന സമയത്ത് മാത്രം വ്യക്തമാക്കാം. അപ്പോൾ ഈ സത്യവാങ്മൂലം തിരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഏതാണ് സത്യവാങ്മൂലം എന്ന് പറയുവാൻ പോലും ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന വൈരുദ്ധ്യം. അതായത് മിനിയാന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടി അനുസരിച്ചാണെങ്കിൽ സർക്കാർ ഇപ്പോഴും സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നിലപാട് തന്നെയാണ്. അതേ സമയത്ത് തന്നെ എല്ലാ തവണയും വാദിച്ചപ്പോൾ LDF സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് ഞങ്ങൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണെന്നാണ്. അത് ഈ പുനഃപരിശോധനാ ഹർജികൾ ഒരു തവണ അതിന്റെ